ഇന്ത്യ മുന്നണിയിലെ പ്രധാനിയും ആം ആദ്മി പാർട്ടി നേതാവുമായ കെജ്രിവാളിനെ വീണ്ടും വിമർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. 5 വർഷം മുൻപേ യമുന ശുചീകരിക്കുമെന്ന വാഗ്ദാനം പോലും കെജ്രിവാളിന് നിറവേറ്റാൻ സാധിച്ചില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. 5 വർഷം മുൻപ് യമുന നദിയിൽ കുളിക്കുമെന്നും യമുനയിലെ വെള്ളം കുടിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു. നാളിതുവരെ യമുന നദിയുടെ പരിസരത്ത് പോലും താൻ കെജ്രിവാളിനെ കണ്ടില്ല. ഇന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ യമുന നദിയിലെ ആ മലിനജലം കുടിക്കണം. പൊതുജനങ്ങൾക്ക് മലിനജലം കുടിക്കാൻ നൽകിയിട്ട് കോടികൾ മുടക്കി പണിത വസതിയിൽ ഫിൽറ്റേഡ് വെള്ളം കുടിച്ചും ആഡംബര ജീവിതം നയിച്ചുമാണ് കെജ്രിവാൾ ജീവിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കെജ്രിവാളിനെതിരെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞു. AAPയുടേത് കോർപ്പറേറ്റ് സർക്കാരാണ്. കെജ്രിവാൾ നൽകുന്നതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. ഇക്കാര്യത്തിൽ കെജ്രിവാളും മോദിയും ഒരുപോലെയാണെന്നും രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം കലാശക്കൊട്ടിലേക്ക് നീങ്ങുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ കടന്നാക്രമണം. കെജ്രിവാളിനെയും സിസോദിയെയും മദ്യകുംഭകോണത്തിന്റെ ശില്പികളെന്ന് ഇന്നലെ വിശേഷിപ്പിച്ച രാഹുൽ കെജ്രിവാളിനെതിരെ BJP പ്രധാന പ്രചരണ ആയുധമാക്കുന്ന ശീഷ മഹൽ വിവാദവും ആവർത്തിച്ചിരുന്നു. ആരോഗ്യ കാരണങ്ങളാൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് 2 ആഴ്ചയിലേറെയായി വിട്ടുനിന്ന രാഹുൽ ഇന്നലെയാണ് പട്ബഡ്ഗഞ്ചിൽ നടന്ന കോൺഗ്രസിന്റെ റാലിയിൽ AAPക്കും BJPക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ചൊരിഞ്ഞത്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ ഇത്തരം ആരോപണങ്ങൾ രാജ്യത്തിന് തന്നെ അപമാനമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഹരിയാനയിലെ BJP സർക്കാർ യമുന നദിയിൽ വിഷം കലർത്തി ഡൽഹിയിലെ AAP സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് കെജ്രിവാളിന്റെ ആരോപണം. ഡൽഹി നിവാസികൾക്കുള്ള കുടിവെള്ള വിതരണത്തിന്റെ പ്രധാന സ്രോതസ്സാണ് യമുന നദി. ആരോപണത്തിനുള്ള തെളിവ് കെജ്രിവാൾ പുറത്തുവിടണമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും ആവശ്യപ്പെട്ടിരുന്നു. കെജ്രിവാളിന്റെ ആരോപണത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നുള്ള പരിഭ്രാന്തിയിലാണ് ആം ആദ്മി പാർട്ടി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. സീരിയൽ കില്ലർ ചാൾസ് ശോഭരാജിനോടാണ് ആപ് നേതാക്കളെ പ്രധാനമന്ത്രി ഉപമിച്ചത്. താനടക്കം ഡൽഹിയിൽ താമസിക്കുന്ന എല്ലാവരും യമുന നദിയിലെ വെള്ളം കുടിക്കുന്നുണ്ട്. പാവങ്ങളും ജഡ്ജിമാരും ഉദ്യോഗസ്ഥരും ആ വെള്ളമാണ് കുടിക്കുന്നത്. മോദിയെ കൊല്ലാനായി ഹരിയാനക്കാർ യമുനയിൽ വിഷം കലർത്തുന്നുവെന്ന് എങ്ങനെയാണ് ചിന്തിക്കാൻ സാധിക്കുക എന്നാണ് പ്രധാനമന്ത്രി ചോദിച്ചത്. ഡൽഹിയിലും കേന്ദ്രത്തിലുമുള്ള ഇരട്ട സർക്കാരിനെയാണ് ജനം ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതിനിടെ പ്രശ്നത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടപെട്ടിരുന്നു. കെജ്രിവാളിനോട് ആരോപണത്തിനുള്ള തെളിവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കമ്മീഷൻ. ഇതിനിടെ അരവിന്ദ് കെജ്രിവാളിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ BJP ഒരുങ്ങുകയാണ്. ഹരിയാന സർക്കാരാണ് ഇത് സംബന്ധിച്ച നടപടികൾക്ക് പിന്നിലെന്നാണ് BJPയുമായുള്ള അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനമായ ഹരിയാനയിലെ യമുന ജലത്തിൽ വിഷം കലർത്തുകയാണെന്ന പരാമർശത്തിലാണ് നടപടിക്ക് ഒരുങ്ങുന്നത്. എന്നാൽ അപകീർത്തി കേസിനുള്ള BJPയുടെ ശ്രമങ്ങളെ തള്ളിപ്പറഞ്ഞ കെജ്രിവാൾ ജലപ്രശ്നത്തിൽ പാർട്ടി രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ആരോപിച്ചത്.